ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാമതനാവ് കരിന്തലി കനിവാഴണ കാനനമോ കരിന്തേഴുകൾ വള്ളികളാളികൾ കരിമൂടിയ വേടനിതോ നരചോര വരുന്ന പെരുമ്പഴി നായാടിയ കാഹളമോ തകതേ 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 തകതൂ. അനന്ത, നിന്റെ കൺമുന്നിൽ കാണുന്നതിനെ ഒന്നും നീ വിശ്വസിക്കരുത്. കാണാൻ എന്നെക്കൊണ്ടുണ്ടല്ലോ. ആരാ നീ? ഞാൻ ആരാ എന്നതിലല്ല ഇവിടെ പ്രസക്തി. കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് സ്വന്തമാക്കാൻ പറ്റാനത് ഈ ജന്മത്തിൽ നീ എന്ത് വില കൊടുത്തും സ്വന്തമാക്കണം അനന്ത. നിങ്ങൾ ആരാ? ആ എന്ത് പണ്ടാര സ്വപ്നമായത്. എന്തിനാ എനിക്ക് ഇങ്ങനെ ഇതൊക്കെ വരുന്നേ? ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? മനസ്സിലാവുന്നില്ലല്ലോ. ദേവി, ഒരു ചായ ഇങ്ങോട്ടിട്. എന്തൊരു കഷ്ടമായത്. മനുഷ്യനെ കൊണ്ടൊരു ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. എങ്ങനെ ഇതിപ്പോ എത്രാമത്തെ ചായയായി ചോദിക്കുന്നേ? ഈ ഏട്ടൻ ഇങ്ങനെ ചായ കുടിച്ച് കുടിച്ച് വല്ല ഷുഗറും വരും. കാണിച്ചു കൊടുക്ക. അങ്ങനെ ചായ കൂടി ഞാനിന്ന് നിർത്തി കൊടുക്കുന്നുണ്ട്. ഒരു പവൻ സ്വർണത്തിന് 1.25 ലക്ഷം രൂപയോ? എന്റെ ദൈവമേ, ഈ സ്വർണത്തിന്റെ വില ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇവർക്കിതിങ്ങനെ വെറുതെ വെറുതെ കൂട്ടിയാ പോരെ? പെമ്മക്കളുള്ള അച്ഛന്മാർക്ക് ഇതിന്റെ വേവലാതി പറഞ്ഞാൽ മനസ്സിലാവും. എന്താണ് മിസ്റ്റർ രാമകൃഷ്ണൻ, ഇപ്പൊ സ്വർണം വല്ലതും വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഓ, തൽക്കാലം അങ്ങനൊരു പ്ലാൻ ഇല്ല. എന്തോ ഇവിടെ അച്ഛനും മോളും കൂടെ ഒരു സംസാരം. എന്നാ രാമേട്ടാ ചായ? ദേവി, നീ ചായ മധുരം ഇടാൻ മറന്നുപോയോ? മറന്നതൊന്നുമല്ല, ഞാൻ മനഃപൂർവ്വം ഇടാനത്. ഇനി നിങ്ങൾക്ക് മധുരം ഇല്ലാത്ത ചായ തരൂ. എത്ര ചായ ഒരു ദിവസം നിങ്ങൾ കുടിക്കുന്നത്? ഇങ്ങനെ കുടിച്ചാൽ നിങ്ങൾക്ക് വല്ല ഷുഗറും വരും. ദേവി, ഷുഗറോ? എനിക്കോ? നീ പോയി നല്ല മധുരമുള്ള ഒരു ചായ എടുത്തോണ്ട് വന്നേ. മധുരമുള്ള ചായ അല്ലേ നിങ്ങൾക്ക് ഇപ്പൊ തരാം. ഒരു ദിവസം നിങ്ങൾ എത്ര ചായയോ കുടിക്കുന്നത്? ഇത് വേണമെങ്കിൽ അങ്ങ് കുടിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചായ ഇല്ല. അമ്മയുടെ ആംഗ്രി മോഡ് ഓണാക്കിയിട്ടുണ്ട്. അച്ഛൻ ഒന്നും മിണ്ടാതെ ചായ കുടിക്കുന്നതായിരിക്കും അച്ഛന് നല്ലത്. വാ, എനിക്ക് നീ എന്നും മധുരം ഇല്ലാത്ത ചായ മതി. അല്ല മോനിത് രാവിലെ തന്നെ എങ്ങോട്ടാ? ആ അശോക് വിളിച്ചിരുന്നു അങ്കിൾ. വർക്കിന്റെ എന്തോ കാര്യം പറയാനാ ഇന്നങ്ങോട്ടൊന്ന് ചെല്ലണേന്ന് പറഞ്ഞിരുന്നു. മോനേന് ചായ എല്ലാം കുടിച്ചിരുന്നോ? എന്ത് വർക്കായാലും കാപ്പി കുടിച്ചിട്ട് പോയാ മതി ഇന്ന്. കൊഴപ്പില്ല ആന്റി, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചിങ്ങ് വരും. അനന്തൻ രുദ്രപുരിയിലോട്ടാണോ? അതെ ആദി. എന്നാ ഞാനും വരുന്നു അങ്ങോട്ട്. എനിക്കും ആ വഴിയാ പോകേണ്ടത്. കൂട്ടത്തിൽ അവിടുത്തെ വർക്കൊക്കെ ഒന്ന് കയറി കാണാമല്ലോ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ ആദി? അങ്കിൾ ആന്റി പോയിട്ട് വരാം. ആ മോനെ, പോയിട്ട് വാ. എന്നെ ഒന്ന് നോക്കിയ പോലും ഇല്ലല്ലോ. എന്റെ ദൈവമേ, നന്ദിനി ഇനി എവിടെ പോയോ? അമ്പലത്തിലെ പരിപാടി കഴിയുന്നിടം വരെ എനിക്ക് ടെൻഷനാ. ഇതൊന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ലല്ലോ. കാശിയേട്ടനല്ലേ അത്? കാശിയേട്ടൻ ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു സംസാരവും ഇല്ല. ഏതു നേരവും മുറക്കകത്ത്. മരുഭൂമിയിൽ കാശിയേട്ടാ, അയ്യോ, അതായിരുന്നു.
കാശിയേട്ടൻ എന്തോ ഇതിനകത്തിരുന്ന് ഈ കുത്തിക്കുറിക്കുന്നേ? അത് ഞാൻ പറയാം. അതിനു മുമ്പേ ആദൂന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്ത് ഹെൽപ്പ്? അല്ല തന്നെ ഞാനെന്തിനാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങൾക്കിപ്പോ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഒന്നിച്ച് സ്ഥലം കാണാൻ പോകാനും അവരോടങ്ങ് ചോദിക്കു പോയി ഹെൽപ്പ്. ഇവക്കെന്താ പറ്റി? ഇവളെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഇവളിനി അമ്മൂന്റെ കാര്യമാണോ പറയുന്നേ? അതും അമ്മൂന്റെ കാര്യമാണോ പറയുന്നേ? ഓ, ഞാൻ അമ്മൂനോട് ചോദിച്ചതാ. എന്തേ എന്നിട്ട് നിങ്ങളുടെ കമ്മു ചെയ്തു തന്നില്ലേ? എന്ത് ഹെൽപ്പാ? ഓ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തമാശയല്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാ. ഞാനീ കുറച്ച് ദിവസങ്ങളായിട്ട് ആ രുദ്രാപുരി തറവാടിന് പുറകെ തന്നെയായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു വ്യക്തമായ കണക്ഷൻ കാണാൻ പറ്റുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ആരും ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾ ഇത് തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇതില് ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാനാ കാശിയേട്ടാ? ആദു, എനിക്ക് ആ രുദ്രാപുരി തറവാടിന്റെ പണ്ടത്തെ കഥകൾ അറിയണം. അറ്റ്ലീസ്റ്റ് ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നതിന്റെ മോട്ടീവ് എന്താണെന്നെങ്കിലും അറിയാലോ. അയ്യോ കാശിയേട്ടാ, എനിക്കും അതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതൊക്കെ പോട്ടെ, എനിക്ക് പോലും അതൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അമ്മൂന്റെ അടുക്ക പോയി ചോദിച്ചത്? അവളിവിടെ ജനിച്ചതേ ഉള്ളു, അവക്ക് ഈ നാടിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അല്ലാതു അവക്ക് ഈ നാടൊന്നും ഇഷ്ടമല്ലെന്നേ ഉള്ളു. അവളുടെ മുത്തശ്ശൻ വഴി അവക്ക് ഇവിടുത്തെ കഥകളൊക്കെ അറിയാം. ബട്ട് അവക്ക് ഈ രുദ്രാപുരി തറവാടിനെ കുറിച്ച് ഒരറിവും ഇല്ലെന്നാ പറഞ്ഞ. എന്താ അശോക് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സാർ, അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ, വർക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലേ? വർക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് സാർ. പക്ഷേ ഈ തറവാടിന്റെ അപ്സ്റ്റേഴ്സിൽ ഒരു മുറിയുണ്ട്. കണ്ടിട്ട് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണെന്നാ തോന്നുന്നത്. പക്ഷെ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കുറെ ശ്രമിച്ചു നോക്കി. തൽക്കാലം അതവിടെ കിടക്കട്ടെ. നിങ്ങളിപ്പോ ബാക്കിയുള്ള പണികളൊക്കെ നോക്കും. നമുക്കത് എങ്ങനെങ്കിലും ഓപ്പൺ ചെയ്യാം. ശരി സാർ. അല്ല, ആദ്യം അത് എവിടെ പോയതാ? കണ്ടില്ലല്ലോ. അതാണെന്താ, ഞാൻ ഈ തറവാടിനകമൊക്കെ ഒന്ന് കാണാൻ പോയതാ. പുറത്തുനിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ അകത്തോട്ട് കയറി ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? അല്ല അനന്ത, അനന്തൻ എങ്ങനെ അഭിയുമായിട്ട് പരിചയം? അത് എന്റെ പപ്പയും അവന്റെ പപ്പയും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. അങ്ങനെ അഭിയെ ചെറുപ്പം മുതലേ അറിയാം. അങ്കിൾ ഒരു പാവമായിരുന്നു. അങ്കിളും അഭിയും കൂടെ സമയം കിട്ടുമ്പോ നാട്ടിലോട്ടൊക്കെ വരുമായിരുന്നു. ആന്റിയോ ആദ്യത്തെ 1-2 വട്ടം വന്നിട്ടുണ്ട്. പിന്നെ നാട്ടിലോട്ട് ഇന്നേ വരെ കണ്ടിട്ടേ ഇല്ല. പണ്ടും അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവര് രണ്ടുപേരും കൂടെ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞ് എപ്പോഴും അടിയാന്ന്. അവരോരോന്ന് പറഞ്ഞു കൊടുത്ത അമ്മൂനെ ഇങ്ങനെ ആക്കിയത്. എല്ലായിടത്തും നമ്മുടെ കയ്യിൽ നിന്ന് എത്തണമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനാ? ഇപ്പൊ പണ്ടത്തെ പോലെ മനസ്സറിഞ്ഞിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അമ്പികെ. മനസ്സെത്തുന്നിടത്ത് കൈയും കാലും എത്തുന്നില്ല. അതേ ചേച്ചി, കഴിഞ്ഞ ദിവസം മുകളിൽ നിന്നൊരു പാത്രം എടുക്കാൻ കയറിയതാ. നടുവിനൊരു വിലക്കം വീണ്. ഇപ്പോഴും ഭയങ്കര വേദന. നീ എന്തിനാ അമ്പികെ ആവശ്യമില്ലാതെ അവിടെയൊക്കെ വലിഞ്ഞു കയറിയത്? പിള്ളേരോട് പറഞ്ഞാ പോരായിരുന്നോ? അവരെടുത്ത് തരില്ലേ? ആരവളുമാരോ? അവളുമാരെടുത്ത് തരുന്നതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ വലിഞ്ഞു കയറുന്നത്. അത് തന്നെയല്ല, ഇപ്പൊ രണ്ടും പരിപാടിയുടെ പുറകെ നടക്കുക. ഏത് സമയം കലാക്ഷേത്രയില. ഓ, ഉത്സവം ഇങ്ങ ആയല്ലോ. നാളെ അല്ലേ കൊടിയേറ്റ്? നാളെ രാത്രിയിലാ കൊടിയേറ്റ്. കുട്ടികളോട് പറയാം നാളെ അമ്പലത്തിൽ പോകാൻ. അതെ, എല്ലാരും ഒന്നിച്ചുള്ളതല്ലേ. ഈ അഭിയേട്ടൻ ഇത് എവിടാണോ? കാശിയെ കണ്ടതേ ഇല്ലല്ലോ ഇന്ന്. ഏയ്, സൂക്ഷിച്ച് നടക്കണ്ടേ മോളെ? വല്ലം പറ്റിയോ മോക്ക്? ഇല്ല അഭിയേട്ടാ. നോക്കി നടക്കും മോളെ. എപ്പോഴും പിടിക്കാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല. നിങ്ങള് പിടിക്കുമെങ്കിൽ എത്ര വട്ടം വേണേലും വീഴാൻ ഞാൻ തയ്യാറാ. അതിനല്ലേ ഞാൻ ഈ ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വന്നേ. ചെറുപ്പം മുതലേ ആരും അറിയാതെ എന്റെ മനസ്സിൽ കൊണ്ടുവരുന്നല്ലേ ആദ്യമായിട്ട് നിങ്ങളെ ഞാൻ. മമ്മിയോട് ഞാൻ എന്ത് വഴക്കിട്ടിട്ട് വന്ന് ഇവിടെ വന്നേ. അതുമല്ലോ നിങ്ങൾക്കറിയോ. ഇനി നിങ്ങളെയും കൊണ്ടേ ഞാൻ പോകൂ.
നിങ്ങളെ എല്ലാരും ഒന്ന് ഒന്നിച്ച് കണ്ടിട്ട് എത്ര നാളായി, ഇപ്പൊ കാണാൻ കിട്ടാറേ ഇല്ലല്ലോ. എല്ലാരും അവരവരുടെ തിരക്കിലല്ലേ. നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ. നാളെ വൈകിട്ടാ നമ്മുടെ അമ്പലത്തിൽ കൊടിയേറ്റ്. അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് വേണം ഞങ്ങൾ അറിയാൻ. നിങ്ങൾക്ക് 3 പേർക്കും അറിയാന്ന് ഞങ്ങൾക്ക് അറിയാം, അവർക്ക് 4 പേർക്കും ഇത് അറിയില്ലല്ലോ. എനിക്കറിയാം, ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് നിന്നപ്പം പോയിട്ടുണ്ട്. അപ്പൊ നാളെ വൈകിട്ട് എല്ലാരും റെഡിയായിട്ട് അമ്പലത്തിൽ വന്നോണം, കേട്ടല്ലോ. ആരില്ലേലും ഞാൻ കാണും ആന്റി. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റില്ല ഞാൻ ഇപ്പോഴേ. ഞാനും വരും എന്തായാലും. ഇവളെനിക്കൊരു പണിയാവും. ആദ്യേട്ടൻ എന്തായാലും വരും, എനിക്കറിയാം. എല്ലാരും വരണം. ഇപ്പൊ എല്ലാരും പോയി കിടന്നു. ബാ അമ്പിക, നമുക്കും പോയി കിടക്കാം. നാളെ നേരത്തെ എഴുന്നേറ്റ് ജോലിയെല്ലാം തീർക്കണം രാവിലെ തന്നെ. ഉച്ച കഴിഞ്ഞ് അമ്പലത്തിൽ പോണ്ടല്ലേ. എടാ അളിയ, ആദ്യം ഉത്സവമായിട്ട് എങ്ങനാ? കുപ്പിയൊക്കെ ഇല്ലേ? അതോർത്ത് നീ പേടിക്കണ്ട കാശി, അതെല്ലാം ഞാൻ സെറ്റാക്കാം. എന്ത് വേടാ ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം പറിച്ചില്ലേ? എന്നോടും കൂടെ പറയാടാ. ഹേയ്, എന്ത് രഹസ്യം? വാ നമുക്ക് പോയി കിടക്കാം. നാളെ രാവിലെ എഴുന്നേക്കണ്ടേ? രാവിലെ എഴുന്നേറ്റല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ബാ ബാ ബാ. ഇവളിതാരെയാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇങ്ങനെയോ? എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കെന്തായിന്. ഞാൻ കിടക്കാൻ പോവാ. ഇന്ന് എങ്ങനെങ്കിലും ആദ്യേട്ടനെ ഇംപ്രസ് ചെയ്യണം. ആദ്യേട്ടനെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുന്നതായിരിക്കും ഇഷ്ടം. ഇപ്പൊ എന്താ ചെയ്യാ, എന്റെ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. നന്ദിനിയോട് ചോദിച്ചാലോ? അവള് തരുവോ? ചോദിച്ചു നോക്കാം. നന്ദിനി, എന്താ അമ്മു? അത് പിന്നെ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോ ഇടാൻ എനിക്കൊരു ട്രഡീഷണൽ ഡ്രസ്സ് തരുമോ? എന്റെ കയ്യിൽ അങ്ങനത്തെ ഒന്നും ഇല്ല. അതായിരുന്നു. അതിനെന്താ, തരാലോ. നോക്കട്ടെ, എൻ്റെ പുതിയൊരു ധാവണി സെറ്റ് ഉണ്ട്. ആ, കിട്ടി. ഇതെനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്നെയാ. ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല. അമ്മ എടുത്തോ? ഇത് ആദ്യമായിട്ട് വാങ്ങി തന്നെയാണോ? അന്നെങ്കിൽ എനിക്ക് ഇത് തന്നെ മതി. താങ്ക്സ് നന്ദിനി. അത് പിന്നെ നന്ദിനി, എനിക്കൊരു ഹെൽപ്പും കൂടെ ചെയ്തു തരുമോ? എനിക്കിത് എങ്ങനെ ഉടുക്കണ്ടേന്നൊന്നും അറിയില്ല, എന്നെ ഒന്ന് ഉടുപ്പിച്ചു തരുമോ? അതിനെന്താ, വൈകുന്നേരം റെഡിയാകുമ്പോ എന്റെ റൂമിലോട്ട് വന്നാൽ മതി. താങ്ക് യു നന്ദിനി, താങ്ക് യു സോ മച്ച്. ആ, അമ്മ എന്താ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയേ? അതവക്ക് ധാവണി സെറ്റ് വാങ്ങാൻ വന്നതാ. ധാവണി സെറ്റോ? ഇതൊക്കെ എടുത്ത് കാശിയേട്ടനെ വലയിട്ട് പിടിക്കാനായിരിക്കും. കാണിച്ചു തരാം ഞാൻ. അമ്മാവൻ ഇവിടെ നേരത്തെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവരാരും റെഡിയായില്ലേ? അംബികയും ദേവിയും കൂടെ നേരത്തെ തന്നെ അമ്പലത്തിലോട്ട് പോയി മോനെ. അവർക്ക് എന്തോ താലപ്പൊലി ഉണ്ട്. ബാക്കിയുള്ളവരെ ആരെയും ഞാൻ കണ്ടില്ല. ഞാനിവിടെ കുറെ നേരം കൊണ്ട് ഒരുങ്ങിയിരിക്കും. അവരാരും ഇതുവരെ റെഡിയായി വന്നില്ലേ? ദേ ഞാനെത്തി. ഞാനും റെഡിയാ. ഞാനും എത്തി. ഇനിയുണ്ടല്ലോ 3 പേരും കൂടെ. അവരെന്തേ? ആർക്കറിയാം. അമ്മ ഉച്ച മുതലേ നന്ദിനിയുടെ റൂമിൽ കയറി ഇരിക്കുക. ടൈം ആവുന്ന. ഇവരിത് എന്തോ എടുക്കും അകത്ത്. ഈ ലേഡീസിന് അല്ലേലും ഇച്ചിരി ഒരുക്കം കൂടുതലാ. ഞങ്ങളെ കൊണ്ട് ഇനി അമ്പലത്തിൽ പോകാൻ ആരും താമസിക്കണ്ട. ഞങ്ങൾ റെഡിയായേ.
തന്നെയല്ലേ ഈ നോക്കുന്നത്? നിങ്ങളെന്താ ഇത്ര താമസിച്ചേ? താലപ്പൊലിയൊക്കെ നേരത്തെ വന്നു. നിന്റെയൊക്കെ മക്കള് റെഡിയായിട്ട് ഇറങ്ങണ്ടേ? ഞാൻ റെഡിയായിട്ട് അവിടെ അരമണിക്കൂർ മുമ്പേ കുത്തിയിരിക്കാൻ തുടങ്ങിയത്. ആ ഇനിയിപ്പോ സമയം കളയാതെ വാ, ഇനി അവിടെ കൊടിയേറുന്നെങ്കിലും പോയി കാണാം. നന്ദിനി ബാ, അവിടെ കുറെ കടകളുണ്ട്, നമുക്ക് പോയി നോക്കാം. അമ്മൂം ബാ. ആദ്യേട്ടനല്ലേ പോന്നേ? ആദ്യേട്ടാ ഒന്ന് നിന്നെ. എന്താ മോളെ അമ്മു? എങ്ങനെയുണ്ട് ആദ്യേട്ട എന്റെ ധാവണി? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. മോക്ക് ഇങ്ങനത്തെ ഉടുപ്പൊക്കെയാ ചേരുന്നത്. ഇങ്ങനത്തെ കുറച്ച് ഉടുപ്പ് വാങ്ങിച്ചു വെച്ചോ. മോൾ അതിഥിയുടെയും നന്ദിനിയുടെയും കൂടെ പോയി നിന്നോ, തിരക്കിപ്പെട്ടു പോവണ്ട. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ ഇപ്പൊ വരാം. എനിക്ക് ഉറപ്പായിരുന്നു ആദ്യേട്ടൻ ഇത് ഇഷ്ടപ്പെടുമെന്ന്. ഇതങ്ങ് സ്ഥിരമാക്കിയാലോ ഇനി. ഏയ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് പറയാനാണോ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചോണ്ട് വന്നത്? മാറിക്കേ, എനിക്ക് പോകണം. ഏയ് നന്ദ, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെ എന്തിനാ ഈ ഒളിച്ചുകളി? ആര് പറഞ്ഞു? എനിക്കൊന്നും ഇഷ്ടമല്ല. അല്ലേ? ഇഷ്ടമല്ലേ? അതിന് നിങ്ങളെന്തിനാ ഇങ്ങനെ അടുത്തോട്ട് വരുന്നേ? ഞാൻ അടുത്ത് വരുമ്പോ എന്തിനാ നീ ഇങ്ങനെ ബ്ലഷ് ആകുന്നത് നന്ദ? പറ, എന്റെ കണ്ണുകളിൽ നോക്കി നീ പറ നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്.